Hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിങ് എ ഹാഫ് വേസ്റ്റഡ് ഡേ ആണ്. അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പഠിക്കാനും. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് സൈലത്തിലെ ക്ലാസ് കുറച്ചേറെ പെൻഡിങ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും 1-2 ക്ലാസ്സൊക്കെ വെച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ട്രാക്ക്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാച്ചിലൊക്കെ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്ന് പറയാം. അപ്പോൾ ആരെങ്കിലും ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, എൻ്റെ പേര് നന്ദന എന്നാണ്. ഞാൻ ഇനി +2 സയൻസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം കറൻ്റ്ലി സൈലൻറ്റ് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റഡി ബ്ലോഗ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് സമയം എടുത്ത് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ മാത്സിൻ്റെ ക്ലാസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാട്രിസസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ. അപ്പോൾ ക്ലാസ് കാണുന്ന സമയത്ത് നോട്ട് എഴുതുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ വെക്കേഷനും കൂടി ആണല്ലോ. അല്ലാത്ത ടൈമിൽ നമുക്ക് എന്തെങ്കിലും നോട്ടൊക്കെ റെഫർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നോട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ക്ലാസ് കാണുന്ന സമയത്ത് നോട്ട് എഴുതുന്നത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം അത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതുന്ന പേഴ്സണലി മൾട്ടി ടാസ്കിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട. ഇങ്ങനെയുള്ള ക്ലാസ് കാണുമ്പം അതിൻ്റെ സ്ലൈഡ്സ് അവർ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എഴുതിയാലും മതി. ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ലെക്ചർ നോട്ട് പോലെ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഞാൻ ചിലതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്തും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഞാൻ എഴുതിയെടുക്കാറുണ്ട്. ഞാനിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ നോട്ട് എഴുതി എടുക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും റെഫർ ചെയ്യാനില്ല, ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ല. അപ്പം എനിക്ക് ഹോണസ്റ്റ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ട് ക്ലാസ്സിലിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്പൈറൽ നോട്ടിൻ്റെ ബണ്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 4 ഉണ്ടായിരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റുള്ളതായിരുന്നു. അപ്പോൾ അത് ഇതിന് 200 സംതിങ് റേറ്റ് ആയിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരുന്നതായിരിക്കും. ആൻഡ് പേജസിൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സ്പൈറൽ ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പം അത്യാവശ്യം എമൗണ്ട് ആവും. പക്ഷെ അത് വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ലപോലെ അഫോർഡബിൾ റേറ്റിലാണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ പേജസ് നല്ല സ്മൂത്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂളിലേക്ക് വേണമെങ്കിലും നോട്ട്സായിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഇത് നല്ലതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെക്കോർഡൊക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സുവോളജി റെക്കോർഡാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ഏകദേശം കുറച്ചായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അത് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളൊക്കെ എവിടെ വരെ ആയെന്ന് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും തന്നിട്ടുള്ള PDF അല്ലെങ്കിൽ മൊഡ്യൂൾസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. എഴുതേണ്ട രീതിയൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് കെമിസ്ട്രി മാത്സ് മാത്രം ഇതുവരെ തന്നിട്ടില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഫിസിക്സ് മാത്രം മൊഡ്യൂളായിട്ട് തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം PDF ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഓൾമോസ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഒത്തിരി എഴുതിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് നമ്മൾ ഒത്തിരി എഴുതിയിട്ടുണ്ടെങ്കിൽ മടിയാവും. പക്ഷെ എനിക്ക് പേഴ്സണലി നേരത്തെയൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ആ ഒരു ഫ്ലോയിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നോളൂ. പിന്നെ ഞാൻ ഓർത്തു, സ്മോൾ പ്രോഗ്രസ് ഇസ് ബെറ്റർ ദാൻ നോ പ്രോഗ്രസ്. എല്ലാ ദിവസവും നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ കുറച്ച് ചെയ്യാം. ദാറ്റ്സ് വാട്ട് റിയലി മാറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഫുൾ സ്റ്റഡി വ്ളോഗ്സ് തന്നെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വെക്കേഷൻ കണ്ടൻസും പിന്നെ സ്റ്റഡി കണ്ടൻസും അങ്ങനെ ഇടുന്നതാണോ നല്ലതെന്ന്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.